മരിച്ച കുഞ്ഞിനെ നോക്കുന്നുണ്ടല്ലോ മനസ്സിൽ പോകുന്നില്ല. ഓരോ ദിവസവും നമ്മള് പണി കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയം, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലെ, ആ രണ്ട് കൈ ഒടിഞ്ഞ് അതിന്റെ ആ നോട്ടം അതാ ഇങ്ങനെ മനസ്സിൽ കിടന്ന് വിങ്ങ. അപ്പൊ ഇത് ഒരു കണ്ടന്റ് ആയിട്ട് പറയാൻ എനിക്കിങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. പക്ഷെ എനിക്കറിയേണ്ടത് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. എനിക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എന്റെ ചാനൽ നിങ്ങൾക്കറിയാം, മോണിറ്റൈസേഷനൊന്നുമല്ല. ഞാൻ വല്ലപ്പോഴും കണ്ടന്റ് എടുക്കുന്ന ചാനലാണോ. എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഒരു സമാധാനം കിട്ടുന്നില്ല. ഒന്ന്, ആ കുഞ്ഞിന്റെ സ്വന്തം അമ്മ തന്നെയല്ലേ അത്? ഇനി ഇത് രണ്ടാമച്ചനാന്നാ പറഞ്ഞത്. അപ്പൊ ഈ കുട്ടി കല്യാണം കഴിച്ച രണ്ടാം മുന്നേ കല്യാണം കഴിച്ച ഒരു മനുഷ്യനെയാണ്. ഒന്നും അന്വേഷിക്കാതെയാണോ ഈ കല്യാണം നടന്നത്? അറ്റ്ലീസ്റ്റ് ആ ആളുടെ, ഈ അസുരന്റെ നാട്ടുകാർക്കൊന്നും അറിയില്ല ഇതൊരു പിശാചാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ നാട്ടുകാരുടെ മിസ്റ്റേക്ക് ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴത്തെ ഒരു പോക്കുണ്ടല്ലോ, ഫുൾ സെൽഫിഷ് മാത്രം. പണത്തിനോടുള്ള ആസക്തി എന്തും കൊണ്ട് എങ്ങനെയും ചെയ്ത് കാശുണ്ടാക്കണം, കാശുണ്ടാക്കി സുഖിക്കണം, ഈ ഒരു ചിന്തയിൽ മാത്രം ഇപ്പൊ മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം വീടിന്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞ് നരകയാതന അനുഭവിക്കുന്നത് അവിടുത്തെ നാട്ടുകാർക്ക് അറിയില്ല. ഇനി അറിഞ്ഞവരുണ്ടെങ്കിൽ മൗനം പാലിച്ചു. അറിഞ്ഞവരുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസിലൊന്നും പറഞ്ഞില്ല? പോലീസിന് വിശ്വാസമില്ലേ? ഇനി പോലീസിന് പറഞ്ഞു എന്നുള്ളത് ഈ അസുരൻ അറിഞ്ഞ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്ങനെയാവും? എന്റെ പൊന്നെ, എനിക്കൊരു കൈക്കുഞ്ഞിനോട് ഇത്രയും ചെയ്തിട്ട് അത് എനിക്ക് 91 മുറിവുകൾ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അതനുഭവിച്ചത് എന്തായിരിക്കും? എന്തറിയാൻ, എനിക്ക് അറിയാനില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോ ആ രണ്ട് കൈ ഒടിഞ്ഞു, ആ കുഞ്ഞു മുഖം അതിങ്ങനെ നോക്കി നിൽക്കുന്നൊരു നോട്ടുണ്ടല്ലോ, അത് കുത്തുക. നമുക്ക് രണ്ടുപേരും മാത്രമല്ല ശരിക്കും തെറ്റുകാര്. ഞാനാണെങ്കിൽ നാട്ടുകാരൊക്കെ തെറ്റുകാരെന്ന് പറയും. അടുത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തെറ്റുകാര്. അവളുടെ അമ്മ ഇതറിഞ്ഞിട്ട് അമ്മ ആ കുഞ്ഞിനെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അവൾ എന്തുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്തില്ല? അല്ലെങ്കിൽ അമ്മ നോക്കുമായിരുന്നോ? കുറെ ചോദ്യങ്ങളുണ്ട് മനസ്സിൽ. ഞാൻ അങ്ങനെ അധികം പത്രം വായന, ന്യൂസ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കുറച്ചായിരുന്നു ഞാൻ ഓരോന്നൊക്കെ ന്യൂസ് വായിക്കലും അതും ഇതൊക്കെ. അതിങ്ങനെ മനുഷ്യനിപ്പോ മൊത്തത്തില് എന്താ, യൂട്യൂബ് സെലിബ്രിറ്റികളുടെ പുറകെ, അല്ലെങ്കിൽ അവര് തുണി അഴിക്കുന്നുണ്ടോ, ഇവരാർക്കെങ്കിലും മെസ്സേജ് അയച്ചോ, അവർ ഇങ്ങനെ കാണിച്ചോ, ഇതിനൊക്കെയല്ലേ നിങ്ങൾക്ക് സമയമുള്ളൂ. നമ്മുടെ തൊട്ടടുത്തൊരു മനുഷ്യൻ നരകിക്കുന്നുണ്ടെന്ന് ഒരു മനുഷ്യനും അറിയുന്നില്ല. കാരണം അയൽപക്കക്കാരുടെ കാര്യമൊന്നും ആർക്കും അറിയണ്ടല്ലോ. അവനവന്റെ കാര്യം, അവനവന്റെ വീട്, അവനവന് സുഖം കിട്ടുന്നുണ്ടോ, അവർക്ക് പണം തികയുന്നില്ലേ, എങ്ങനെ പണം മാക്സിമം ഉണ്ടാക്കാം, മറ്റുള്ളവർക്ക് എന്താ അതിൽ വരുന്ന ഫീലിങ്സ്, ഇതൊന്നും ആർക്കും അറിയണ്ട. പിന്നെ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അവനും അവർക്ക് സുഖിക്കാൻ അവരുണ്ടാകും. ഇതിലൊക്കെ പിന്നിൽ എന്തായിരിക്കും സത്യം? അതൊരു ചെറിയ പെൺകൊച്ചാ കണ്ടിട്ട്. അതാ സ്വന്തം കുഞ്ഞിനെ ഇത്രയും ദ്രോഹിച്ചിട്ടും അവനോടൊപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് പേടിയായിട്ടാണെങ്കിൽ പോലും. നമ്മുടെയൊക്കെ പിന്നെ എനിക്കൊരു കുഞ്ഞു വാവയുണ്ടായി. ഇപ്പൊ അതിന് 6 മാസമായിട്ടേ ഉള്ളൂ. അവള് ഒന്ന് വിക്കിന്നറിയുമ്പം എന്റെ ചങ്കില് തീയാ. ഞാൻ വിറച്ചു പോവാ. ആ പ്രായമുള്ളൊരു കുഞ്ഞാണ്, 2 കൈ ഒടിയാൻ നിൽക്കുന്നു. അപ്പൊ പറ്റൂല. എങ്ങോട്ടാ പോക്ക്? എന്ത് ലോകം ഇത്? പേടിയാവുമ്പോ പുറത്തിറങ്ങാൻ. എന്താ കാണിക്കുന്നേ? മനുഷ്യൻ തന്നെയാണോ?
അത് ശരിക്കും ഇനി ഈ ലോകം കൊണ്ട് അവസാനിക്കാൻ പോകണം. ഈ കലിയുഗം അവതാരം എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതൊക്കെ വിശ്വസിച്ചു പോവാ. ശരിയാ, കലികാലം, കേൾക്കാൻ പറ്റാത്തത് കേൾക്കും, കാണാൻ പറ്റാത്തത് കാണും എന്നൊക്കെയല്ലേ പറയണേ. പറയണമെന്ന് തോന്നി. ഒത്തിരി ഉണ്ട് മനസ്സിൽ ചോദ്യങ്ങളും ഇതൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞ മനുഷ്യനാണോ അസുരനാണോ നമ്മളോടൊപ്പം ഉള്ളതോ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇനിയിപ്പൊ ആരെങ്കിലും ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും പൊട്ട സാഹചര്യത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിക്കുന്ന, അല്ലെ നമ്മളെ ദ്രോഹിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് ദ്രോഹിക്കുന്നത്, നമ്മുടെ മനസ്സിനെ ദ്രോഹിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് മാറ്റുക. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചോട്ടെ, അതിൽ നിന്ന് മാറി രക്ഷപ്പെട്ട് ഉൾക്കൊള്ളുക. അതിന്റെ ക്ലൈമാക്സ് വരെ വെച്ചോണ്ടിരിക്കല്ലേ പ്ലീസ്.